ഇപ്പോൾ സ്റ്റാർട്ടറിന്റെ വൈഫൈ സ്റ്റാർട്ടറിന്റെ വർക്ക് തീർന്നിട്ടുണ്ട്. ഇതിന് രണ്ട് മോഡാണുള്ളത്. ഒന്ന് മാനുവൽ മോഡും രണ്ടാമത്തെ നമ്മുടെ സ്മാർട്ട് സ്വിച്ച് ഓട്ടോമാറ്റിക് മോഡും. ഇതിന് ഓട്ടോമാറ്റിക് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മളത് സ്മാർട്ട് സ്വിച്ച് വഴി കണക്ട് ചെയ്തിട്ടുള്ള മോഡാണ്. നമുക്ക് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയിൽ ടൈം സെറ്റ് ചെയ്യാം. എത്ര മണിക്ക് മോട്ടർ ഓൺ ആവണം, എത്ര മണിക്ക് ഓഫ് ആവണം എന്നുള്ളത് ടൈമെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. അതൊന്നും കൂടാതെ നമുക്ക് മൊബൈലിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് മോട്ടർ ഓൺ ചെയ്യാനും പറ്റും. പിന്നെ ഇതിൽ മാനുവൽ മോഡിന് നോർമലി സ്റ്റാർട്ടർ മോഡാണ്, ഓൺ ഓഫ് സ്റ്റാർട്ടർ ഉണ്ട്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്, അതായത് സ്മാർട്ട് സ്വിച്ച് മോഡിൽ നമുക്ക് മൊബൈൽ വഴി ടൈം സെറ്റ് ചെയ്തിട്ട് ഓൺ ആക്കാം, മൊബൈൽ വഴി ഓപ്പൺ ആക്കാം. അതിൽ മൂന്ന് ടൈപ്പിലുള്ള പ്രൊട്ടക്ഷൻ ആണുള്ളത്. ഒന്ന് നമ്മുടെ ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബൈ മിസ്റ്റേക്കിലിട്ട് മോട്ടോർ ഓൺ ആക്കിയിട്ട് മൊബൈലിൽ ഓൺ ആക്കിയിട്ട് അത് ഓഫ് ചെയ്യാൻ മറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറാണ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് രാവിലെ എന്നും മോട്ടോർ ഓടേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അരമണിക്കൂറാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 40 മിനിറ്റിന് ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഥവാ മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓഫ് ചെയ്യാൻ മറന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 40 മിനിറ്റിന് മുകളിൽ മോട്ടോർ ഓടില്ല, അത് ഓഫ് ആകും. പിന്നെ അതേപോലെ നമ്മൾ ഫസ്റ്റ് ഇത് പവർ ഓൺ ചെയ്യുക. ഇതിൽ മിനിമം 4 ആംപിയർ ലോഡാണ്. 4 മുതൽ 30 ആംപിയർ ലോഡ് വരെയുള്ള ഓവർലോഡും ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ ആണ് ഇതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ല, സൈറ്റിൽ ഫിറ്റ് ചെയ്യുമ്പോൾ മോട്ടർ കണക്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു CFL ബൾബാണ് 7 വാട്ട്സിന്റെ ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഡ്രൈ റൺ അലാറം അടിക്കും. കാരണം എന്ന് പറഞ്ഞാൽ 4 ആംപിയർ ഇല്ലല്ലോ ഇതിന്റെ ലോഡ്. അപ്പൊ ലോഡ് ഇല്ലാത്തതുകൊണ്ട് അടിക്കുന്നതിന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടർ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 6 ആംപിയർ 1 HP ഉള്ള മോട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 ആംപിയർ ആണ് ലോഡ് എടുക്കുക ആവറേജ്. അപ്പൊ അത് നമ്മളൊരു ഡ്രൈ റൺ ടൈമിൽ അത് 4 ആംപിയർ ആണ് ആ മോട്ടർ എടുക്കുക വെള്ളം ഇല്ലാതെ ഓടുമ്പോൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ 4 സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ റൺ, അതായത് വെള്ളം ഇല്ലാതെ മോട്ടർ ഓടുകയാണെന്നുള്ളത് പറഞ്ഞിട്ട് അലാറം അടിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മോട്ടർ ഓഫ് ആവുകയും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഓവർലോഡ് നമ്മൾ 6 ആംപിയർ ഉള്ള മോട്ടർ ആണെങ്കിൽ ഒരു 8 ആംപിയറിൽ ഓവർലോഡ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോസ് കപ്പാസിറ്റർ എല്ലാം കംപ്ലൈന്റ് ആവാൻ പോകുമ്പോൾ, ബെയറിങ്ങിന് കംപ്ലൈന്റ് വരുമ്പോൾ, അല്ലെങ്കിൽ വൈൻഡിങ്ങിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ആംപിയർ കൂടുതൽ എടുക്കും മോട്ടർ. അപ്പോഴും മോട്ടറിനെ ഈ പ്രൊട്ടക്ഷൻ കട്ടാക്കും, ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് അലാറം തരും. അത് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ അറിയാനും പറ്റും. ഇത് ഇപ്പോൾ ഇതിന് മാനുവൽ മോഡാണ്. മാനുവൽ മോഡിൽ നമുക്ക് നോർമലി ഇപ്പോൾ അത് മോട്ടർ ഓൺ ആണെന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻ ആണ് ഇതിൽ. പിന്നെ ഇതിൽ ലൈറ്റിന് കൊടുത്തിട്ടുണ്ട്. മാനുവൽ ബോർഡിന് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നുമില്ല. മാനുവൽ ബോർഡ് നമുക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, അത്ര തന്നെ. ഇനി നമ്മൾ ഓട്ടോമാറ്റിക് മോഡ്, അതായത് സ്മാർട്ട് സ്വിച്ചിന്റെ മോഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിൽ നമ്മൾ ഒരു ഐസൊലേറ്റർ, പിന്നെ അതുപോലെ തന്നെ അതിന് MNX L90 ഒരു കോൺടാക്ടർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ടൈമർ ഉണ്ട്. അതേപോലെ തന്നെ ഡ്രൈ റൺ ആൻഡ് ഓവർലോഡ് പ്രൊട്ടക്ഷൻ, പിന്നെ ഒരു സ്മാർട്ട് സ്വിച്ച്, പിന്നെ ഇവിടെ ഒരു 8 പിൻ റിലേ, ഓമറൗണ്ട് റിലേ ആണ്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡ്രൈ റണ്ണോ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓവർലോഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് അതിന് ഇൻഡിക്കേഷൻ, ആ ആപ്ലിക്കേഷനിൽ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ റിലേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റിലേ വഴിയാണ് അത് നമുക്ക് ആ മൊബൈൽ ആപ്ലിക്കേഷനിലോട്ടുള്ള നോട്ടിഫിക്കേഷൻ തരുന്നത്. മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാണ് അതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പോൾ അതില് പിന്നെ മോട്ടോർ ഓൺ ആക്കി കഴിഞ്ഞാൽ മോട്ടോർ ഓൺ എന്നുള്ളതിന്റെ ഇത് വരും. ഇവിടെ മോട്ടോർ ഓൺ ആയി, അതായത് ലൈറ്റ് ഓൺ ആയി. ഇനി ഇപ്പോഴത് ഡ്രൈ റൺ അലാറം അടിക്കും. ഡ്രൈ റൺ അലാറം അടിക്കുമ്പോൾ നമുക്ക് ഇവിടെ അത് നോട്ടിഫിക്കേഷൻ വരും. ഇപ്പൊ ഡ്രൈ റൺ അടിച്ചു, കാരണം ഇത് 4 ആംപിയർ ലോഡ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മോട്ടറിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അതിന്റെ കറക്റ്റ് ലോഡും ഡ്രൈ റൺ എല്ലാം ഇതിൽ സെറ്റ് ചെയ്യുക. ഇപ്പൊ ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ വഴിയില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇത് ഇങ്ങനെയാണ് വരുന്നത്, ഡ്രൈ റൺ അലാറം അടിക്കുന്നതിന്റെ. നമുക്ക് അലാറം വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഇത് ഓൾറെഡി മോട്ടർ ഇവിടെ ഓഫ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ബ്ലൂ ലൈറ്റ് ഡിസപ്പിയർ ആയത്. ഇനി മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ മോട്ടർ ഓൺ ആയി. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഷെഡ്യൂളിൽ പോയിട്ട് നമുക്ക് മോട്ടർ ഓൺ ആവേണ്ട സമയം, ഓഫ് ആവേണ്ട സമയമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. വേണ്ട, ഇപ്പോഴും മോട്ടർ ഡ്രൈ റൺ ആണെന്ന് പറഞ്ഞു കണ്ടുള്ള അലാറം അടിക്കുകയാണ്. അലാറം അടിക്കുമ്പോൾ മോട്ടർ ഓൾറെഡി മോട്ടർ ഓഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ അലാമിന്റെ ഇത് വരുന്നുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഷെഡ്യൂൾ, നമുക്ക് ഇത് ഏത് സമയത്ത് ഓൺ ആവണം, ഏത് ദിവസം എത്ര വട്ടം, ദിവസത്തിൽ എത്ര വട്ടം വേണമെന്നുള്ളതെല്ലാം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും.
ആ സമയത്ത് മോട്ടോർ ഓൺ ആവും, ആ സമയത്ത് മോട്ടോർ ഓഫ് ആവും. നമ്മൾ അതിനെക്കുറിച്ചിട്ട് ബോധറാവേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും പ്രോബ്ലം വെള്ളമില്ലായ്മ വരികയോ അതല്ലാന്നുണ്ടെങ്കിൽ ഓവർലോഡ് ആവുകയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മോട്ടറിന് കംപ്ലൈന്റ് വരെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഓൾറെഡി മോട്ടറിന് അത് ഓഫ് ആക്കി കളഞ്ഞിട്ട് നമുക്ക് ഇതിൽ നോട്ടിഫിക്കേഷൻ തരും ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത്രയാണുള്ളത്. ഇനി ഇത് ബാക്കി സൈറ്റിൽ ഫിറ്റ് ചെയ്തിട്ട് കാണിക്കാം.